ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യപേപ്പറാണ്. ഈ ചോദ്യപേപ്പർ 16-ാം തീയതി നടന്നതാണ്. ഏപ്രിൽ 16-ാം തീയതി നടന്നതാണ്. ഇത് എന്തിന്റെ ചോദ്യപേപ്പർ ആണെന്ന് ചോദിച്ചാൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. അപ്പൊ പോലീസ് ഡ്രൈവറിന്റെ ഒരു എക്സാം ആണ്. 2024 ചോദ്യപേപ്പർ ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. 100 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏത് എന്നാണ് ചോദ്യം. ആൻസർ രവീന്ദ്രനാഥ് ടാഗോറിന്റെ സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. യുനെസ്കോ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏത് എന്ന് ചോദ്യം. ഉത്തരം വിശ്വഭാരതി സർവകലാശാല. അപ്പോ ഇത് ആരുടെ സർവകലാശാലയാണ്? വിശ്വഭാരതി. ഇത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ സർവകലാശാലയാണ് എന്ന് കൂടി ഓർക്കുക. ക്ലിയർ ആണ്? അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യം, ഇത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ വെസ്റ്റ് ബംഗാളാണ്, പശ്ചിമ ബംഗാളാണ്. JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്ക്? ഉത്തരം JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് TE വാസുദേവന. TE വാസുദേവനാണ് ആദ്യമായിട്ട് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. 1992 JC ഡാനിയൽ പുരസ്കാരം TE വാസുദേവന് ലഭിക്കുന്നത്. രണ്ടാമത് ലഭിച്ചത് 93 തിക്കുറിശിക്കാണ്. രണ്ടാമത് ലഭിച്ചത് ആർക്കാണ്? തിക്കുറിശി. മൂന്നാമത് ലഭിച്ചത് P ഭാസ്കരനാണ്. മൂന്നാമത് ലഭിച്ചത് P ഭാസ്കരനാണ്. ഇനി 2023 JC ഡാനിയൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? TV ചന്ദ്രനാണ്. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് TV ചന്ദ്രനാണ്. TV ചന്ദ്രൻ. 2022 ഇനി നമുക്ക് 21-22 കിട്ടിയത് KP കുമാരനാണ്. 21-22 ലഭിച്ചത് KP കുമാരൻ. KP കുമാരൻ. ഈ ഒരു പുരസ്കാരം 2020 ഏറ്റുവാങ്ങിയത് P ജയചന്ദ്രനാണ്. P ജയചന്ദ്രൻ. ഇനി ഇതിനകത്ത് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആദ്യമായി ഈ പുരസ്കാരം ലഭിച്ച വനിത ആരാണ്? ആദ്യമായി ഈ പുരസ്കാരം ലഭിച്ചത് 2005 ആറന്മുള പൊന്നമ്മയ്ക്കാണ്. ആറന്മുള പൊന്നമ്മ. രണ്ടാമതായി ഈ പുരസ്കാരം ലഭിച്ച വനിത 2018 ഷീലയാണ്. 2018 ഷീലയാണ്. അപ്പൊ ഈ അടുത്ത സമയത്ത് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. അത് TV ചന്ദ്രൻ. TV ചന്ദ്രൻ. ഓക്കെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ കിട്ടി. TV ചന്ദ്രൻ എന്ന് വരെ ഓർത്തു വെക്കുക. ലേറ്റസ്റ്റ് അവാർഡ് അതായിരുന്നു TV ചന്ദ്രൻ. ഇനി കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെ? കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് ഹാമിൽട്ടണിലാണ്. ആൻസർ ഹാമിൽട്ടൺ. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് 107 മെഡലാണ് ലഭിച്ചത്. എത്ര മെഡൽ ലഭിച്ചു? 107 മെഡലാണ് ഇന്ത്യക്ക് ലഭിച്ചത്. 28 സ്വർണ്ണ മെഡൽ, 38 വെള്ളി മെഡൽ, 41 വെങ്കല മെഡൽ. അങ്ങനെ ഇന്ത്യക്ക് ടോട്ടൽ ലഭിച്ചത് 107 മെഡലാണ്. 28 സ്വർണം, 20, 30, 40 ആ ഒരു ഓർഡറിൽ പോകുന്നുണ്ട്. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഇനി ഒന്നാം സ്ഥാനം ചൈനയായിരുന്നു. ചൈനയ്ക്ക് ടോട്ടൽ 383 മെഡലാണ് ലഭിച്ചത്. രണ്ടാം സ്ഥാനം 188 മെഡൽ ലഭിച്ച ജപ്പാൻ ആയിരുന്നു രണ്ടാം സ്ഥാനം. മൂന്നാം സ്ഥാനം സൗത്ത് കൊറിയയാണ്, 190 മെഡല്. ഇന്ത്യക്ക് എത്രാം സ്ഥാനമുണ്ട് ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ? 4-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. 5-ാം സ്ഥാനം ഉസ്ബെക്കിസ്ഥാനാണ്. അപ്പൊ ഹാങ്ചോ ഏഷ്യൻ ഗെയിംസ് ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു എന്നാണ് ചോദ്യം. 107, 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഒന്നാം സ്ഥാനം ചൈനയാണ്, 383 മെഡലാണ് ടോട്ടൽ കിട്ടിയത്. 2 ജപ്പാനാണ്, 3 സൗത്ത് കൊറിയയാണ്, 4 ഇന്ത്യയാണ്, 5 ഉസ്ബെക്കിസ്ഥാനാണ്. അടുത്ത ചോദ്യം,
നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് എന്ന. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യൻ. BVR സുബ്രഹ്മണ്യൻ. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നീതി ആയോഗ് 2015 നിലവിൽ വന്നത്. ഈ നീതി ആയോഗ് സ്ഥിരം എക്സാമിന്റെ ചോദ്യമാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോ ഈ നീതി ആയോഗിന്റെ ചെയർമാൻ ആര് ആണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? നീതി ആയോഗിന്റെ ചെയർമാൻ നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദിയാണ് എന്ന് ഓർക്കുക. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. ഫുൾ ഫോം ചോദിക്കാറുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇനി നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും നമ്മുടെ നരേന്ദ്രമോദിയാണ്. എന്ന് നിലവിൽ വന്നു എന്ന സ്ഥിരം ചോദിക്കും. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ഇനി നീതി ആയോഗിന്റെ ആദ്യ മീറ്റിംഗ് ഉണ്ട്. ഈ ആദ്യ മീറ്റിംഗ് ടീം ഇന്ത്യ എന്ന് പറയുന്ന മീറ്റിംഗ് എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ 2015 ഫെബ്രുവരി 8 ഇതിന്റെ ആദ്യ മീറ്റിംഗ് നടന്നത്. അപ്പോ നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലിലെ പ്രതിനിധികൾ ആരൊക്കെയാണ്? നിയമസഭയിലെയും സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, ലഫ്റ്റനന്റ് ഗവർണേഴ്സ്, ഇതൊക്കെയാണ്. ഇനി നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ ആരെന്ന് ചോദിക്കാറുണ്ട്. അരവിന്ദ് പണഗരിയ. ആദ്യ സിഇഒ ആരെന്ന് ചോദിക്കാറുണ്ട്. സിന്ധു ശ്രീയാണ് ആദ്യ സിഇഒ. അപ്പോ നമ്മുടെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒ ആണ് BVR സുബ്രഹ്മണ്യൻ. ഇനി നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം. ന്യൂഡൽഹിയാണ്. ഇനി നമുക്കറിയേണ്ടത് നീതി ആയോഗിന്റെ അപ്പോ മീറ്റിംഗിന്റെ പേരെന്താണ്? ടീം ഇന്ത്യ എന്നാണ്. നീതി ആയോഗിന്റെ മീറ്റിംഗിന്റെ പേര് ടീം ഇന്ത്യ. ഇത് നടന്നത് 2015 ഫെബ്രുവരി 8. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം വൈസ് ചെയർമാൻ ആണ്. സുമൻ കെ ബെറിയാണ്. വൈസ് ചെയർമാൻ ആരാണ്? സുമൻ കെ ബെറിയാണ് വൈസ് ചെയർമാൻ. സുമൻ കെ ബെറി. അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1929 ലാഹോർ സമ്മേളനത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന എന്താണ്? ഉത്തരം നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്, ശരിയല്ലേ? 1929 ലാഹോർ സമ്മേളനമാണ്, അത് ചോദിക്കാറുണ്ട്. ഗാന്ധിജിയുടെ നേതൃത്വമായിരുന്നു അല്ല, ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം അംഗീകരിച്ചതും ഈ സമയത്താണ്, അതും ശരിയാണ്. ഇനി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു അധ്യക്ഷൻ, ശരിയാണോ? അല്ല, ഈ ഒരു ഇതിന്റെ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു. അപ്പൊ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി. തെറ്റായ ജോഡി കണ്ടെത്തുക. അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ, ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ, ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി സൂര്യസെൻ, അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ്. ഇതിനകത്ത് അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ ശരിയാണ്. അപ്പൊ എല്ലാരും ഓർത്ത് വെക്കുക, അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ ആണ്. അപ്പൊ നമ്മുടെ ഭാരതത്തിന് വേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ഓർക്കാം, നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നവരാണെങ്കിൽ, വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരെ നമ്മൾ അഭിനന്ദിക്കും. ഭാരതത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ നമ്മൾ അഭിനന്ദിക്കും. അഭിനവ് ഭാരത് സൊസൈറ്റി സവർക്കർ. അടുത്തത് ഗദ്ദാർ പാർട്ടിയാണ്. ഗദ്ദാർ പാർട്ടി എന്ന് പറയുമ്പോൾ 1913 അല്ലെ, ലാലാ ഹർദയാലാണ്. ഗദ്ദാറിൽ തന്നെ ഉണ്ട്, ദായും ഹർദയാലിലും ഉണ്ട്. കണ്ടോ, ഹർദയാൽ. ഇതിനകത്താണ് ശമ്പളം മരണമാണ് എന്നൊക്കെ, കൂലി മരണമാണ്, ഇത് എന്താണ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന നല്ല രസകരമായ നോട്ടീസ് ഒക്കെയാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആരാണ്? IRA, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആരാണ്? സൂര്യസെൻ ആണ്. അപ്പോൾ നമ്മുടെ ആർമി ഒരു സൂര്യനെ പോലെ കത്തി ജ്വലിച്ച് നിൽക്കും എന്ന് നമ്മൾ ഓർത്തു വെച്ചാൽ മതി. അപ്പൊ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ ആണ്. ഇനി അനുശീലൻ സമിതിയാണ് ചോദ്യം.
അനുശീലൻ സമിതി എന്ന് പറയുമ്പോൾ സതീഷ് ചന്ദ്ര ബോസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. 1902 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. സതീഷ് ചന്ദ്ര ബോസ. ഇനി നമുക്ക് വേണ്ടത് കൊൽക്കത്തയാണ് എന്നുള്ളത് കൂടി ഓർക്കുക. പ്രണാദ് മിത്രയും ഇതിന്റെ സ്ഥാപകനാണ്. പ്രണാദ് മിത്ര കൂടി ഓർക്കുക. സതീഷ് നാഥ് അതുപോലെ തന്നെ പ്രണാദ് മിത്ര, ഈ രണ്ടുപേരെയാണ് നമ്മൾ ഓർക്കുന്നത്. അടുത്തത് പറയുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുക്കുന്നത് സെമീന്ദർ ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിലാണ് നടപ്പാക്കിയിരുന്നത്. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലായത്. ആൻസർ 1ഉം 3ഉം ശരിയാണ്. സെമീന്ദർമാരായിരുന്നു ഭൂനികുതി പിരിച്ചത്. കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലവിൽ കൊണ്ടുവന്നത്. അപ്പോ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ ഇവിടെ ശരിയാണ്. എന്തൊക്കെയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടത്? ഒന്നാമത്തത്, ഇതിനകത്ത് നികുതി പിരിക്കുന്നത് ഓരോരുത്തരും, ഇപ്പൊ മഹൽ വ്യവസ്ഥ അങ്ങനെ ഓരോന്നിലും ഓരോരുത്തരെയാണ് നിശ്ചയിച്ചത്. ഇതിനകത്ത് സെമീന്ദർമാരായിരുന്നു. അപ്പോ സെമീന്ദാരി അല്ലെങ്കിൽ ജമീന്ദാരി എന്നൊക്കെ പറയുന്നു. ഇനി കോൺവാലിസ് പ്രഭുവാണ് ഇത് കൊണ്ടുവന്നത്. അപ്പൊ ഇത് എവിടേക്കാണ് നിലനിന്നിരുന്നത്? ബീഹാർ, ബംഗാൾ, ഒറീസ ഈ പ്രദേശങ്ങളിലായിരുന്നു ഇത് നിലനിന്നത്. 1793 കാലഘട്ടത്തിലൊക്കെയാണ് ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം നികുതിയൊക്കെ നിശ്ചയിച്ചത്. അപ്പോ ഇത് വടക്ക് പടിഞ്ഞാറാണോ? അല്ല, ബീഹാർ, ബംഗാൾ, ഒറീസ പ്രദേശങ്ങളാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് ഹീരാലാൽ സമരിയ. വി ഹരിനായർ ആണ് കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയുടേത് ഹീരാലാൽ സമാരിയ. അപ്പൊ ഈ ചോദ്യം പഠിക്കുമ്പോൾ ഇന്ത്യയുടെ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? അരുൺകുമാർ മിശ്ര. കേരളത്തിൻ്റെതോ മണികുമാർ ആണ്, അല്ലെ? ഇനി നമുക്ക് വേണ്ടത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? 50ാമത്തെ ചീഫ് ജസ്റ്റിസ് കൂടിയാണ് DY ചന്ദ്രചൂഡാണ്. അപ്പോ കേരളത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോ പലതവണയായിട്ട് കേരളത്തിന്റെ ചീഫ് ജസ്റ്റിസിനെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിന്റെ ജസ്റ്റിസിനെ കുറിച്ച് നമുക്ക് അറിയണം. കേരള ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. ആശിഷ് ജിതേന്ദ്ര ദേശായി. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഉത്തരം പറഞ്ഞു, വെച്ചു. ലിപ്പ് കൊണ്ട് ഉത്തരം പറയണം. ലിബുലേക്ക്. നാഥുല എന്ന് പറയുന്നത് സിക്കിം, ടിബറ്റ് ആണ് കണക്ട് ചെയ്യുന്നത്. കൈലാസനാഥ ക്ഷേത്രത്തിലേക്കുള്ള എളുപ്പ വഴിയാണ് നാഥുല. ഇതിന് മറ്റൊരു പേര് പട്ടുതുണിപ്പാത അല്ലെങ്കിൽ സിൽക്ക് പാത എന്നാണ്. സിക്കിം സംസ്ഥാനത്താണ്. സോജില എന്ന് പറയുമ്പോൾ ശ്രീനഗർ, കാർഗിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില. ഷിപ്കില ഹിമാചൽ പ്രദേശ്, ടിബറ്റ് ബന്ധിപ്പിക്കുന്ന ചുരമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇനി ചുരങ്ങളുടെ നാട് അല്ലെങ്കിൽ ലാൻഡ് ഓഫ് പാസസ് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാ? അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം. ശരിയല്ലേ? വിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണ് ഉണ്ടാക്കുന്നത്. കഠിന ശിലകളിൽ ആയതിനാൽ ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഇല്ല, ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ട്, അല്ലെ? ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ടല്ലോ. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം, അല്ല, വിസ്തൃതിയൊക്കെ ഉണ്ട്, നല്ല വിസ്തൃതമായ വൃഷ്ടിപ്രദേശങ്ങളുണ്ട്. ഈ ഹിമാലയൻ നദികളാണ് ഉത്തര സമതലം തന്നെ ഉണ്ടാക്കുന്നത്, മഹാസമതലം തന്നെ ഉണ്ടാക്കുന്നത്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ചുവടെ കൊടുത്തിരിക്കുന്ന നമുക്ക് ഈ ഹിമാലയൻ നദികൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാം. ഗംഗാ നദി, ബ്രഹ്മപുത്ര നദി, അതുപോലെ സിന്ധു നദി. ഈ 3 നദികളെയാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. ഹിമാലയം എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേകത? ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിരയാണ്, ഏറ്റവും വലിയ പർവ്വതനിരയാണ്, മടക്ക് പർവ്വതമാണ്. അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ മില്യൺ ഷീറ്റുകളുടെ തോത് ഏതാണ്? മില്യൺ ഷീറ്റുകളുടെ തോത്
മില്യൺ എഴുതണം അല്ലെ. 1:1,000,000 എന്നെഴുതി. ഇതാണ് മില്യൺ ഷീറ്റുകളുടെ തോത് അല്ലെങ്കിൽ സ്കെയില് എന്ന് പറയുന്നത്. അടുത്തത് നവംബർ മുതൽ മാർച്ച് വരെ ഇന്ത്യയിൽ കാർഷിക കാലാവസ്ഥ ഏതാണ്? നമ്മുടെ കാർഷിക കാലാവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ നവംബർ ടു മാർച്ച് റാബി വിളയാണ്. ആൻസർ എന്താണ്? റാബി വിളയാണ്. റാബി വിളകൾ ഏതൊക്കെയാണ്? ഗോപുവിന് റാബിയോട് പക. ഗോപുവിന് റാബിയോട് പക. ഗോതമ്പ്, പുകയില, പയറ്, കടുക്. ഇനി ബാർലിയും റാബിയാണെന്ന് പ്രത്യേകം ഓർക്കണം, എക്സാമിന് സ്ഥിരം ചോദ്യമാണ്. അടുത്തത് സെയ്ത് വിള ഏതാണ്? പഴം, പച്ചക്കറിയാണ്. ഖാരിഫ് വിള ഏതാണ്? നെല്ല്. ഇത് രണ്ടും അല്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഖാരിഫായിട്ട് പറയാം. നെല്ല്, അതുപോലെ തന്നെ ചണം തുടങ്ങിയ സാധനങ്ങളാണ് എന്ത് ഖാരിഫ് വിളയായിട്ട് വരുന്നത്. 3 വിളകളാണ് നമുക്കുള്ളത്. ഗ്രീഷ്മം എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് അല്ലെ. ഇപ്പോഴത്തെ കറണ്ട് അഫെയർ ആണ്. ഇപ്പോൾ ഇടുക്കിയായി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. എക്സാമുകൾക്ക് ചോദിച്ചു. 2024 പല എക്സാമുകൾക്ക് നമ്മൾ കണ്ടു ഈ ചോദ്യം. കാരണമായ വില്ലേജ് ആണ് ചോദ്യം. ഉത്തരം ഇടമലക്കുടിയാണ്. എറണാകുളം ജില്ലയ്ക്ക് ആദ്യ ഇടമലക്കുടി അങ്ങോട്ട് വിട്ടുകൊടുത്തപ്പോഴായിരുന്നു ഇടുക്കിക്ക് 1ാം സ്ഥാനം നഷ്ടപ്പെട്ടത്. വീണ്ടും കിട്ടി. അങ്ങനെ ഇടമലക്കുടി വന്നതോടുകൂടി ഇടുക്കി കേരളത്തിലെ 1ാം ജില്ലയായി മാറുന്നു. പുറംപണി, ഔട്ട്സോഴ്സിംഗ് ബന്ധമില്ലാത്തത് ഏതാണ്? 1991 സാമ്പത്തിക പരിഷ്കാരം, സേവന മേഖല, ആഗോളവൽക്കരണം, ഭൂപരിഷ്കരണം. അപ്പൊ പുറംപണിയുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് നമ്മളുടെ ചോദ്യം. 4 മാത്രമാണ്. ആൻസർ എന്താണ്? 4 മാത്രം. എന്തൊക്കെ ബന്ധമുണ്ട്? 1991 സാമ്പത്തിക പരിഷ്കാരം, സേവന മേഖല, ആഗോളവൽക്കരണം, ഇതിനൊക്കെ ബന്ധമുണ്ട്. ഭൂപരിഷ്കരണത്തിന് ബന്ധമില്ല. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നു. ശരിയായത് കണ്ടെത്തുക. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ, ഹാങ്ഷുവില് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ ഉത്തരം? ക്ലിയർ ആണ്. ഇപ്പൊ ഏഷ്യൻ ഗെയിംസ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കണം. കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ചോദ്യങ്ങൾ, 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഇതല്ലേ നമ്മൾ പഠിച്ചത്? ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധാതുകലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യയുടെ ധാതുകലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ചോദിച്ചാൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഭൂപ്രദേശം അല്ലെങ്കിൽ ഭൂപ്രകൃതി ഏതെന്ന് ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമി. ഇനി ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാലോ ജാർഖണ്ഡ്. എന്നാൽ ഇന്ത്യയുടെ മിനറൽ സ്റ്റേറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒഡീഷയാണ്. ആൻസർ എന്താണ്? ഒഡീഷ. ഇന്ത്യയിലെ ആസൂത്രിത കമ്മീഷനുമായി ബന്ധമില്ലാത്തത് ഏതാണ്? 1950 സ്ഥാപിതമായി. 1950 മാർച്ച് 15-നാണല്ലോ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായത്. ശരി. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നീതി ആയോഗ് ഇപ്പോഴത്തെ പുതിയ പേരാണ് ആസൂത്രണ കമ്മീഷന്റെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ യാതൊരു ബന്ധവുമില്ല ആസൂത്രണ കമ്മീഷനുമായിട്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ധനം അല്ലെ, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന, കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്ന മുംബൈയിൽ ആസ്ഥാനമുള്ളതാണ്. ഇനി സപ്തർഷി എന്ന പദം താഴെ പറയുന്ന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ സപ്തഋഷി എന്ന പദം നിങ്ങൾ എവിടെയാണ് കണ്ടത്? ഇന്ത്യൻ ചരിത്രം, നേവി, സാർക്ക്, ബജറ്റിലാണ് കണ്ടത്. 2023-24 ബജറ്റിലാണ് കണ്ടത്. താഴെ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കാണുക. ആൻസർ 2ഉം 4ഉം മാത്രമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയാണ്. നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. തെറ്റ്. പരോക്ഷ രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 25 വനിതകളാണോ? അല്ല. അപ്പൊ അത് തെറ്റാണ്. 17 വനിതകൾ ഉണ്ടായിരുന്നു. ഇനി ഭരണഘടന അന്തിമ കരട് രേഖ തയ്യാറാക്കിയത് 1949 നവംബർ 26-നാണ് അംഗീകരിച്ചത്. അപ്പോ നമ്മുടെ ഭരണഘടന ആമുഖത്തിലുള്ള ഏക ഡേറ്റ് ആണ് 1949 നവംബർ 26. ഓക്കെ ആണ്. അപ്പോ നമുക്ക് വേണ്ടത് ഇന്ത്യൻ ഭരണഘടന എന്ന് അംഗീകരിച്ചു എന്ന് വെച്ചാൽ 49 നവംബർ 26. 1950 ജനുവരി 26-നാണ് നിലവിൽ വരുന്ന റിപ്പബ്ലിക് ആകുന്നത്. ഇനി ഈ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. താൽക്കാലിക അധ്യക്ഷനോ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര വനിതാ പ്രതിനിധികൾ ഉണ്ടായിരുന്നു? 15 വനിതാ അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്.
അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആമുഖം ആരംഭിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ. 1976 42 ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്കുലാർ എന്ന പദം ചേർത്തു. ആമുഖം എന്ന ആശയം കടമെടുത്തത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. അപ്പൊ ആമുഖത്തെ കുറിച്ച് പറയുമ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ആരംഭിക്കുന്നത്. ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച നെഹ്റുവിന്റെ ലക്ഷ്യപ്രഖ്യാപന പ്രമേയമാണ് ആമുഖമായി മാറുന്നത്. 1946 ഡിസംബർ 13 ഇദ്ദേഹം ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിക്കുന്നത്. അതാണ് പിന്നീട് 47 ജനുവരിയിൽ ആമുഖമായി അംഗീകരിച്ചത്. 76 42 ആമുഖത്തില് വാക്കുകൾ കൂട്ടിച്ചേർന്നു. സെക്യുലാർ വാക്ക് കൂട്ടിച്ചേർത്തു. മതനിരപേക്ഷത. ഇനി സോഷ്യലിസം, സെക്യുലാർ സോഷ്യലിസം, റിപ്പബ്ലിക് അല്ലെ. ഇനി നമുക്ക് വേണ്ടത് 2 വാക്കുകളാണ് കൂട്ടിച്ചേർത്തത് എന്ന് ഓർക്കുക. ആമുഖം എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. റിപ്പബ്ലിക് എന്ന ആശയം ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 2ലാണ്. 5 to 11 ആണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളിനെയാണ്? ആർട്ടിക്കിൾ 32-നെയാണ്. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ 73-ാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ പഞ്ചായത്ത് രാജാണ്. 73 എന്നും എല്ലാവർക്കും അറിയാം. സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല ഇതാണോ ത്രിതല സംവിധാനം? ഇതാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നു എന്ന് പറയുന്നു. ബ്ലോക്കിന് പകരം നമ്മൾ ഇനി പഞ്ചായത്തിന്റെ 3 തലങ്ങളിലും 5 വർഷത്തേക്ക് ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോ ഓഫീസ് കാലാവധി നിയമത്തില് വ്യവസ്ഥ ചെയ്യുന്നു. ക്ലിയർ ആണ്. അടുത്തത്, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുമുള്ള ചുമതല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലും മൊത്തം സീറ്റുകളുടെ 1/3 സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നു. ഗ്രാമം, ബ്ലോക്ക്, ജില്ല ഇത് 3ആണ്. എപ്പോഴും എക്സാമിന് താലൂക്ക് ഇട്ടിട്ട് ചോദിക്കും. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് എന്ന് പറഞ്ഞ് നമ്മൾ താലൂക്ക് ഉത്തരം കൊടുക്കും. നമുക്കറിയാം ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് 3 ഇലക്ഷൻ അല്ലേ നടക്കുന്നത്. അപ്പൊ ഇത് ശരിയാണ്. ഓക്കെയാണ്. മറ്റൊരെണ്ണം, പഞ്ചായത്തിന്റെ 3 തലങ്ങളിലും 5 വർഷത്തെ ഓഫീസ് കാലാവധി അല്ലേ. നമ്മൾ ഗ്രാമപഞ്ചായത്തോ നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തുന്നവരാണ്. അപ്പൊ നമ്മൾ വോട്ടിടുമ്പോൾ 5 വർഷത്തേക്കല്ലേ വരും. ഓക്കെ, 5ആണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇതൊക്കെ കേന്ദ്രമാണോ? അല്ല, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലാണ് തദ്ദേശ സ്വയംഭരണത്തിന്റെ തെരഞ്ഞെടുപ്പെല്ലാം ഇരിക്കുന്നത്. കേന്ദ്രം ഇതൊന്നും ചെയ്യാറില്ല. അത് തെറ്റാണ്. ഇനി പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളിൽ 1/3 സ്ത്രീകൾക്കാണ്. അതും ശരിയാണ്. ഈ 3 അറിയത്തില്ലെങ്കിൽ തന്നെ തണ്ട് ഇത് എലിമിനേറ്റ് ചെയ്യാം, ഇത് എലിമിനേറ്റ് ചെയ്യാം, ഇത് എലിമിനേറ്റ് ചെയ്യാം. 3 തെറ്റാന്ന് അറിയാവുന്ന ഒരാൾക്ക് വേറൊന്നും വായിക്കണ്ട, ഒറ്റ അടിക്ക് ഉത്തരം തന്നെ കിട്ടി. അപ്പോ 1/3 സ്ത്രീകൾക്കാണ്. അതും ശരിയാണ്. താഴെ പറയുന്ന ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏതാണ്? ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? ഉത്തരം നീതി ആയോഗ്. നീതി ആയോഗ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്ഥിരമായി ചോദിക്കാറുണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഏതെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ നീതി ആയോഗ് എഴുതും. ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുമ്പോൾ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള സാധനമായിരിക്കണം. UPSC പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ടുണ്ട്, അറ്റോർണി ജനറൽ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ആർട്ടിക്കിളൊക്കെ ഇല്ലേ? നീതി ആയോഗിന് പ്രത്യേക ആർട്ടിക്കിൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇനി ലോക്സഭ, സംസ്ഥാന നിയമസഭ 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106-ാം ഭേദഗതി നിയമം നൽകിയിരിക്കുന്ന പേര് ഇപ്പൊ പുതുതായിട്ട് അംഗീകരിച്ചതാണ്. നമുക്ക് നാരി ശക്തി, നാരി എന്നുള്ളത് അറിയാം, പക്ഷെ നമ്മൾ ചമ്മിപ്പോയി. നാരി എല്ലാ ഓപ്ഷനിലും ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോ. വരാൻ പോകുന്ന LDC, LGC, UP, LP, UPക്കാരൊക്കെ പഠിച്ചു വെക്കുക. നാരി ശക്തി വന്ദൻ അധിനിയം, നാരി ശക്തി വന്ദൻ അധിനിയം. ഓക്കെയാണ്. അപ്പൊ നമുക്കൊരു വന്ദനമുണ്ട്, നമ്മളൊന്ന് തൊഴുത് വന്ദിച്ചു, അത് നമ്മളൊന്ന് ഓർക്കുക. അധിനിയം, അധികാരം ഏറ്റെടുത്തിരിക്കുന്നു പെണ്ണുങ്ങൾ, നാരികൾ. അപ്പൊ അധിനിയം ഇതൊക്കെ പിന്നെ ഇനി നമ്മൾ മറക്കത്തില്ലല്ലോ. നാരികൾക്ക് ശക്തി കിട്ടി, വന്ദനം പറഞ്ഞുകൊണ്ട് അധികാരം ഏറ്റെടുത്തിരിക്കുന്നു, അധിനിയം. ഇനി ഈ സംസ്ഥാന, ഞാൻ മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു കോഡ് പോലെ ചുമ്മാ ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞു തന്നെ കേട്ടോ.
സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്ത് നിയമിക്കുന്നത് ഗവർണറാണ്. നിയമനമൊക്കെ ഗവർണർ അല്ലേ നടത്തുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകും, അങ്ങ് പ്രസിഡന്റിലേക്ക് പോകും. അപ്പൊ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. എന്നാൽ നീക്കം ചെയ്യുന്നത് ആരാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ? അത് പ്രസിഡന്റ് ആണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ, കേരള പി.എസ്.സിയുടെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണിത്, സ്ഥിരമായി കാണാറുണ്ട്. ഉത്തരം മുഖ്യമന്ത്രിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി. മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് മറ്റ് ബന്ധുവീടുകളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ സാമൂഹ്യ മിഷൻ പ്രതിമാസം ധനസഹായം നൽകുന്നു. അതിന്റെ പേര് എന്താണ്? ആൻസർ സ്നേഹപൂർവം. ഇപ്പൊ നമ്മൾ കത്ത് എഴുതുമ്പം സ്നേഹപൂർവം ഇന്നാൾ എന്നെഴുതത്തില്ലേ? അതുപോലെ ആരെങ്കിലും ഒരാളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികളെ സ്നേഹപൂർവ്വം ഏറ്റെടുക്കുകയാണ്. അതാണ് സ്നേഹപൂർവം. 18 വയസ്സിലുള്ള മാരക രോഗങ്ങൾ കഷ്ടപ്പെടുന്ന 18 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ സഹായമാണ് താലോലം. ഇനി താഴെ പറയുന്നവയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടമാണ്. വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. കുടുംബശ്രീ സംവിധാനത്തിന്റെ അടിത്തറയായ ലഘു സമ്പാദ്യ പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. അപ്പോ ആരുടെ അയൽക്കൂട്ടം മനസ്സിലായി? ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. പിന്നെ മൈക്രോ ഫിനാൻസ് പദ്ധതി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലാണ്. ആദ്യമായി കുടുംബശ്രീ നിലവിൽ വന്നത് ഇന്ത്യയില് വാജ്പേയിയാണ് ഉദ്ഘാടനം ചെയ്തത്. 1998 മെയ് 17 മലപ്പുറം ജില്ല. ഇനി പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം തുടങ്ങിയത് ആലപ്പുഴ ജില്ലയിലാണ്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബശ്രീ യൂണിറ്റുകൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ലൈസോസൈമാണ്. ലൈസോസൈം. ഓട്ടിസം ബാധിച്ചു, സ്പെക്ട്രം അല്ലെ, സ്പെഷ്യൽ കെയർ എന്നാണ് നമ്മളുടെ കോഡ്. ഓട്ടിസം, സ്പെക്ട്രം, സ്പെഷ്യൽ കെയർ. ചിപ്കോ പ്രസ്ഥാനം, മരത്തെ കെട്ടിപ്പിടിക്കുക, അത് തുടങ്ങിയതാരാണ്? ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണയാണ്. ഉത്തരാഖണ്ഡ്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അപ്പിക്കോ മൂവ്മെന്റ് വന്നത്. അത് എവിടെയാണ് അപ്പിക്കോ മൂവ്മെന്റ് വന്നത്? കർണാടകയിലാണ്. ഹെഗ്ഡെ. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുതുക. ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? ജീവിതശൈലി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിന്റെ ശൈലി കൊണ്ട് നമ്മൾ കൃത്യമായി ഇച്ചിരി ഉപ്പ് കൂട്ടി കഴിക്കുന്നു, മധുരം കൂടുതൽ കഴിക്കുന്നു, എണ്ണ പലഹാരം കൂടുതൽ, അങ്ങനെ കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ, ഇങ്ങനത്തെ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ രീതി കാരണം നമുക്ക് ഉണ്ടാകുന്നതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഫാറ്റി ലിവർ. ലിവർ കേടാകുകയാണ്. അത് കള്ളു കുടിക്കുന്നവർക്കും അല്ലാത്തവർക്കും വരുന്നുണ്ട്, എങ്കിലും മദ്യമാണ് കൂടുതലും കാരണമാകുന്നത്. അപ്പൊ ഫാറ്റി ലിവർ ഇതിനൊരു കാരണമാണ്. ജീവിത ശൈലി, പ്രമേഹം, അതാണ്. ഇത് രണ്ടുമാണ് ഉത്തരം. ഹീമോഫീലിയ അതല്ല, ജനിതക ഡിസീസാണ്. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണ്? വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കും. പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലാണ്. റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നു. അപ്പൊ കോൺവെക്സ് ദർപ്പണം റിയർ വ്യൂ മിറർ ആണ്. അത് ശരിയാണ്. 3 ശരിയാണ്. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റി. ഇനി പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസ് പോളാണ്. അതും ശരിയാണ്. 2ഉം 3ഉമാണ് ശരി. വളരെ അകലെയുള്ള പ്രകാശരശ്മിയെ മുഖ്യ ഫോക്കസിൽ കേന്ദ്രീകരിക്കുന്നു. തെറ്റാണ്. അടുത്തത് ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി കണ്ടെത്തുക. പ്ലവക്ഷമ ബലത്തെ കുറിച്ച് പറയുമ്പോൾ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. ബയോന്റെ ഫോഴ്സ് ആണ്. യുറേക്ക യുറേക്ക എന്ന് പറഞ്ഞിട്ട് കിടന്ന് ഓടിയില്ലേ, ഒരു ടബിലോട്ട് കിടന്നപ്പോ അദ്ദേഹത്തിന്റെ ഭാരവും ആ പോയ വെള്ളവും ഈക്വൽ ആയിരുന്നു. പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ശരിയാണ്. പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ, വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. ISRO ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ.
2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. ജൂലൈ 14 വിക്ഷേപിക്കുന്നത്. ശരി. ഓഗസ്റ്റ് 5 എന്ത് സംഭവിച്ചു? ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ശരി. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. ISRO ചന്ദ്രയാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പറഞ്ഞ പോയിന്റുകൾ മാത്രമാണ് വന്നേക്കുന്നത്. അപ്പൊ ഓഗസ്റ്റ് 23 നമ്മൾ ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? ഇന്ത്യ ഓഗസ്റ്റ് 23 3 അല്ലെ ബഹിരാകാശ 3 കാര്യങ്ങളാണ് നമ്മുടെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. അപ്പൊ നമ്മുടെ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. പിന്നെ ഈ പോയിന്റ് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു രാജ്യം ദക്ഷിണ ധ്രുവത്തില് സൗത്ത് പോളില് ലാൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് സക്സസ് ആയതോടുകൂടി ഈ ഒരു പോയിന്റിന് പേരിട്ടു ശിവശക്തി. ശിവശക്തി. അടുത്തത് എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തില് 3 ഷെല്ലുകളുണ്ട്. ഈ മൂലകത്തിന്റെ ബാഹ്യതം ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കും. ഈ മൂലകം ഏത് പീരീഡിലും ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു. അപ്പൊ എക്സ് എന്ന മൂലകമാണ്. 3 ഷെല്ലുകളാണുള്ളത്. കെ ഉണ്ട്, എൽ ഉണ്ട്, എം വരെയുണ്ട്. ഈ മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. മൂലകം ഏത് പീരീഡില് ഗ്രൂപ്പിലാണ്. അപ്പൊ ആദ്യം കെയില് 2 ഇലക്ട്രോൺ, എല്ലില് 8 ഇലക്ട്രോൺ, എമ്മില് 18 വരെ പറ്റും. പക്ഷെ ഒരു ഇലക്ട്രോണിൽ 8 2 10 11 അല്ലെ. 11 ഇതിന്റെ ഇത് വരുന്നത്. 11 ഇതിന്റെ അറ്റോമിക് നമ്പർ വരുന്നത്. അപ്പൊ 3 ഇതിലാണ് പോയേക്കുന്നത്. അന്നേരം ഏതായിരിക്കും പീരീഡ്? 3 ഷെൽ ഉള്ളത് കൊണ്ട് പീരീഡ് 3. വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ അവസാനത്തെ ഇലക്ട്രോണിന്റെ എണ്ണം അനുസരിച്ച് ഗ്രൂപ്പ് നമുക്ക് പറയാം 1-ാം ഗ്രൂപ്പ്. ഷെല്ലുകളുടെ എണ്ണം അനുസരിച്ച് പീരീഡും വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം അനുസരിച്ച് നമുക്ക് ഗ്രൂപ്പും പറയാം 1-ാം ഗ്രൂപ്പ്. സോഡിയം. അടുത്തത് വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ 2ഉം 3ഉമാണ് ശരി. വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും. വാതകത്തിന്റെ ഊർജം കൂടുതലല്ലേ? അകലം വളരെ കൂടുതലല്ലേ? വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഊർജവും കൂടുതലാണ്. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്റ്റിക സ്വഭാവമുള്ളതിനാൽ ഊർജനഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇല്ല, ഊർജനഷ്ടം സംഭവിക്കുന്നില്ല. 2023 രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? രസതന്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തം അതിന്റെ സങ്കലനമാണ്. നൊബേൽ പ്രൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈസിയസ്റ്റ് മെത്തേഡിൽ പറഞ്ഞിട്ടുള്ളതാണ്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തം അതിന്റെ സങ്കലനമാണ്. അപ്പോ 2023 ആർക്കൊക്കെയാണ് രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്? 2020 ഈ നൊബേൽ സമ്മാനം കൊടുക്കുന്നത് ആൽഫ്രഡ് നോബലിന്റെ ഓർമ്മയ്ക്കാണ്. സ്വീഡനാണ് നൊബേൽ സമ്മാനം കൊടുക്കുന്നത്. എത്ര മേഖലകൾക്കാണ്? 6 മേഖലകൾക്കാണ് കൊടുക്കുന്നത്. ഈ പ്രാവശ്യം സമാധാനത്തിന് പുരസ്കാരം ലഭിച്ചത് എപ്പോഴും ചോദിക്കുന്നതാണ് നർഗീസ് മുഹമ്മദി. ലിറ്ററേച്ചർ പുരസ്കാരം ലഭിച്ചത് ജോൺ ഫോസയാണ്. ഇനി ഫിസിക്സ് 3 പേരുണ്ട്. പിയറെ അഗോസ്റ്റിനി, അതുപോലെ ഫെറൻസ് ക്രോസ് ആൻഡ് എൽ ഹ്യൂലെ 3 പേരാണ്. മെഡിസിൻ 2 പേർക്കാണ്. ഡ്രൂ വേസ്മാനും കാറ്റ്ലിൻ കരിക്കോയും. കരിക്ക് വയസ്സെന്ന ആള് കരിക്ക് കുടിച്ച് ക്ഷീണം മാറ്റി. കെമിസ്ട്രി 3 പേർ. അലക്സി എക്കിമോവ്, ലൂയിസി ബ്രൂസ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ, എല്ലാവരും ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും. മൗഗ്ലി ബാവൻഡി. ലിറ്ററേച്ചർ ജോൺ ഫോസെ ആണെന്ന് അറിയാം. സാഹിത്യം നർഗീസ് മുഹമ്മദ്. സമാധാനത്തിന്റെ പുരസ്കാരം അറിയാം. പിന്നെ എല്ലാവർക്കും അറിയാം, വളരെ ഈസി ആയിട്ടുള്ളത് നമ്മുടെ സാമ്പത്തികത്തിന്റെയാണ്, ക്ലൗഡിയ ഗോൾഡിൻ. ഗോൾഡ് ഉണ്ട് അല്ലെ, ക്ലൗഡിയ ഗോൾഡിൻ. ഇനി നമ്മള് ഒന്നിനും നമ്മുടെ ഈ മാത്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്പീഡിൽ അങ്ങ് ഉത്തരം മാത്രം പറഞ്ഞു പോവുകയാണ്. എക്സ്പ്ലനേഷൻ സമയം എടുക്കും. അതുകൊണ്ടാണ് 1-നും 100-നും 7ന്റെ ഗുണിതങ്ങളുടെ എണ്ണം 14. അടുത്ത ചോദ്യം നമ്മുടെ 40ാമത്തെ ചോദ്യം കണ്ടു. 42ാമത്തെ ചോദ്യം 80 ഉത്തരം. 43 പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ആൻസർ 1 to 5. മാത്സ് ഇത്തിരി വെറൈറ്റി ആയിട്ട് ഇത്തിരി മാറിയാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. ഓക്കെ, ഇത് കണ്ടോ, ഇവിടെ 70 പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടി അങ്ങനെ ഇച്ചിരി മാറ്റി തിരിച്ചാണ് വന്നേക്കുന്നത്.
അടുത്ത ചോദ്യം ABC എന്ന സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? നമ്മുടെ ഉത്തരം 2√2. അടുത്തത് നമ്മളുടെ ചോദ്യം 10⁵5 6 5 11 മേളിൽ എഴുതി 8 7 15. അപ്പോ ഇത് 11ഉം 15ഉമായിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇവിടാണ് വെട്ടുമ്പോൾ ബാക്കി 4 എണ്ണം വരുന്നു. അപ്പോൾ ഇതാണ് 1/10,000. ഇനി 46ാമത്തെ ചോദ്യമാണ്. റൂട്ട് 16 4ആണ്. റൂട്ട് 25 5ആണ്. 5 4 9, അപ്പം 3 കിട്ടി. 3 1 4, അപ്പൊ ഉത്തരം 2 വന്നു. അതൊക്കെ സിമ്പിൾ ആണ് അല്ലെ. 999² - 1² - a² - a + b × a - b ആ രീതിയിൽ ചെയ്യാം. അപ്പോ നമുക്ക് ഉത്തരം വരുന്നത് എത്രയാണ്? ബി 998 30. ഇനി 2⁻1000 - 2⁻99 എത്രയാണ്? ആൻസർ 2⁻99 ആണ്. കോമൺ എടുക്കുക. കോമൺ എടുത്ത് ചെയ്യുക. 99 ഇതിനകത്തുണ്ട്, 99 ഇതിനകത്തുണ്ട്. കോമൺ എടുക്കുമ്പോഴത്തേക്ക് 2⁻99 മാത്രമാകും. അടുത്തത് ഈ ഭിന്നകങ്ങൾ ആരോഹണ ക്രമം ചെറുതിൽ നിന്ന് വലുതിലേക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ്. ഇതാണ് ക്രമം. അടുത്ത ചോദ്യം ഉത്തരം n+1/2 ആണ്. n+1/2 ആണിത്. ഇനി നമുക്ക് പോലീസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് പോലീസിന്റെ 2-3 ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടത്, മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. ഇത് ജസ്റ്റ് ആൻസർ കാണിച്ചു പോകും, അല്ലാത്തതിൻ്റെത് വേണ്ട ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ഉത്തരം പറയും. ഓക്കെ, നമുക്ക് വേണ്ടത് ഇനി വരുന്നുണ്ട്. ഇംഗ്ലീഷ്, മലയാളം ഒക്കെ വരുന്നുണ്ട്. അത് നമുക്ക് പറയണം. ഓക്കെ, 54A, 55D, 56B, 57A, 58A, 59C. ഇതെല്ലാം പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമാണ് ഉത്തരം പറയുന്നത്. 60D. ഇനി 61C, 62. നമുക്ക് വേണ്ടതൊന്നും വന്നില്ല. വിവരാവകാശമൊക്കെ ഇടയ്ക്ക് വരുന്നതാണ്, ഇതുവരെ കണ്ടില്ല. 62D. 63 നമുക്ക് വേണ്ടതാണ് ഈ ഉത്തരം. പോക്സോ നിയമപ്രകാരം ആരെയാണ് കുട്ടിയായി കണക്കാക്കുന്നത്? 18 വയസ്സിനുള്ള താഴെയുള്ള ഏതൊരു വ്യക്തിയും പോക്സോ നിയമപ്രകാരം കുട്ടിയാണ്. ആൺപെൺ വിവേചനമില്ല. അടുത്തതും വേണ്ടതാണ്. 2012 പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ 2012 പോക്സോ നിയമത്തിന്റെ സെക്ഷൻ 4. കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ? ആൻസർ 3 വർഷം തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴ, അല്ലെങ്കിൽ 2. 3 വർഷം തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴ, അതല്ലെങ്കിൽ 2. മുൻകൂർ അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് ഡാഷ് പ്രകാരം വരുന്ന ഒരു സൈബർ കുറ്റകൃത്യമാണ്. വകുപ്പ് 66. 2005 വിവരാവകാശ നിയമത്തിന് കീഴിൽ വിവരങ്ങൾ എന്നതിന്റെ നിർവചനത്തിൽ താഴെ പറയുന്നത് ഏതാണ് ഉൾപ്പെടാത്തത്? പ്രോസസ് സമയത്ത് നോട്ടിങ്ങുകൾ ഫയൽ ചെയ്യുക. ലോഗ് ബുക്ക് ഉൾപ്പെടുന്നു. സർക്കുലർ ഉണ്ട്. ഏതെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റ മെറ്റീരിയലും ഉണ്ട്. അടുത്തത് വിവരാവകാശ നിയമത്തിന്റെ 2005 സെക്ഷൻ 8(1) പ്രകാരം സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതാണ്. പ്രസ്താവന ശരി. അപ്പോ ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് 8(1) പ്രകാരം അല്ലെ. അത് നമ്മളുടെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഇനി 86ാമത്തെ ചോദ്യം മാത്രമേ ജനറൽ PSCക്ക് ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം ഡ്രൈവർ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ആൻസർ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. കാര്യം ആ ഒരു PSC എഴുതുന്ന ആളുകൾ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രം പറയുകയാണ്, അല്ലാത്തവരത് നോക്കേണ്ട കാര്യമില്ല, ആവശ്യമില്ലല്ലോ. 86 മാത്രമേ ഉള്ളൂ. അത് വേണേൽ ഞാൻ അടുത്ത വിട്ടേക്കാം. ദേശീയപാത മോട്ടോർ കാറുകൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത 100 km/h ആണ്. 87C, 88C, 89A, 90C, 91D, 92C, 93B, 94D, 95B, 96D, 97
സി 98, ബി ഇല്ല. അടുത്തത് നമുക്ക് വേണ്ട ഒരു കാര്യമല്ല, ഉത്തരം ബി ആണ്. അടുത്തതും നമുക്ക് വേണ്ട, ഉത്തരം ബി ആണ്. ഇനി പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്രയാണ്? 15 വർഷമാണ് പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി. ഗുഡ്സ് വാഹനത്തിന്റെ ഭാരം നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെ ഭാരം 12 ടണ്ണിൽ കൂടുതലായാൽ വാഹനം താഴെ പറയുന്നതിൽ ഏത് കാറ്റഗറി? നമുക്ക് വേണ്ടതല്ല, കാറ്റഗറി N3. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്നത് മോട്ടോർ വാഹന 88 ഏത് സെക്ഷൻ പ്രകാരം? നമുക്ക് വേണമെന്നില്ല, 15. അടുത്തത് 74 ഡി ആണ്. 75 ബി ആണ്. 76 ഇത് ഡ്രൈവറിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. 76 സി ആണ്. 77 ബി ആണ്. 78 78ന്റെ ഉത്തരം സി ആണ്. 79 ആൻസർ ഡി ആണ്. 80ാമത്തെ ഈ കാര്യം നമ്മളും കൂടെ ആലോചിച്ച് വെച്ചാൽ നല്ലതാണ്. ഒരു തുരങ്കത്തിലാണെങ്കിൽ മറ്റു വാഹനങ്ങളെ മറികടക്കാൻ പാടില്ല, പുറകോട്ട് ഓടിക്കാൻ പാടില്ല, യൂട്ടേൺ എടുക്കാൻ പാടില്ല. ഇനി നമ്മൾ 80ാമത്തെ ചോദ്യമാണ്, ഉത്തരം ബി ആണ്. ഓക്കെ, തെറ്റായ പ്രസ്താവന. ഡ്രൈവിംഗ് പഠനത്തിന്റെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് ഏത് റൂൾ പ്രകാരം? റൂൾ 31. ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട. ഇനി 82 വേണ്ട. 83, 84, 84 ഓക്കെ. 85 സി. 86 ഇത് നമുക്ക് ചോദിക്കുന്ന 99 ബി. 100 സി. അപ്പൊ നമ്മൾ 100 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.